ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനും ഗീതുവും അവരുടെ ഉള്ളിലെ പ്രണയം ഇങ്ങനെ വിതുമ്പി വിതുമ്പി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഒരു പാട്ടിലൂടെ ഗോവിന്ദൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗീതുവിനെ കുറിച്ച് ഓർത്തിങ്ങനെ സന്തോഷിക്കുന്നു. ആ പ്രണയം മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുന്നു. അതുപോലെ ഗീതു റൂമിൽ കിടന്നുകൊണ്ട് ഗോവിന്ദേട്ടനെ കുറിച്ച് ഓർക്കുന്നു. അങ്ങനെ വളരെ വളരെ സന്തോഷകരമായിട്ട് നല്ല ഇതായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഗീതു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് കണ്ണേട്ടനെ വിളിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ കണ്ണേട്ടനെ വിളിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഗീതുവിന്റെ മൈൻഡിലേക്ക് വേഗം അപർണിക എന്നുള്ള ഒരു ചിന്ത കയറി വന്നു. അപർണികയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപർണിക പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് ടെൻഷനായി ഗീതുവിന്. വേഗം ഫോൺ എടുത്ത് അപർണികയെ വിളിച്ചു. അപർണികയുടെ ഫോൺ പലതവണ റിങ് ചെയ്തു, പക്ഷെ കോൾ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോണും തോക്കും അടുത്തടുത്തിരിക്കുന്നത് കാണിക്കുന്നു. അപർണിക തോക്കെടുത്ത് കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. പിന്നെ നമ്മുടെ ഗീതുവിന്റെ കോൾ എടുക്കുക. കരഞ്ഞൊരു പരുവായി അപർണിക ശരിക്കും. അങ്ങനെ ഒരു കയ്യിൽ തോക്ക, ഒരു കയ്യിൽ നമ്മുടെ ഫോണ്. അങ്ങനെ അതും ഇതും കൂടി ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കിഷോർ ആണെങ്കിൽ വണ്ടി ഓടിച്ചിങ്ങനെ പോരുന്നു. അപ്പൊ കിച്ചു ഇങ്ങനെ വരുമ്പോൾ കിച്ചുവിന്റെ നമ്പറിലേക്ക് നമ്മുടെ അപർണിക ഫോൺ എടുത്ത് വിളിക്കുക. കിച്ചു എത്താറായോ എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ എത്തിക്കോളാം എന്ന് കിഷോർ പറഞ്ഞു. ഇവിടെ നടന്നതൊന്നും കിച്ചപ്പൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ അപർണിക ഇങ്ങനെ നിൽക്കുക, അവൻ വരുന്നതും പ്രതീക്ഷിച്ച്. എന്നിട്ട് തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ വെടിവെക്കാൻ പാകത്തിന് അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഒരു ബുള്ളറ്റ് എനിക്ക്, ഒരു ബുള്ളറ്റ് അവന്. ആ ഒരു ഇതിൽ നമ്മുടെ അപർണിക ഇങ്ങനെ നിൽക്കുക. ഒരു കുരുന്ന് ജീവൻ കൂടി ഇല്ലാതാകുമല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അപർണിക അവിടെ നിന്ന് ഇങ്ങനെ സ്വയം നെറ്റിയിൽ തോക്ക് വെച്ചുകൊണ്ട് നിന്ന് പറയുക കേട്ടോ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ അപർണിക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ അപർണിക അവിടെ നിൽക്കുമ്പോൾ മരണം ഏറ്റുവാങ്ങാൻ അവൻ എത്തി എന്നും പറഞ്ഞ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപർണിക പറയാം. എന്നിട്ട് അപർണിക ഈ തോക്കും പുറകിൽ പിടിച്ച് പതുക്കെ പതുക്കെ ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ വാതിൽക്കൽ നിൽക്കുന്നു. ഈ സമയത്ത് ഡാഡിയാണ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നത്. ഡാഡിയെ കണ്ടപ്പോഴേക്കും അപർണിക ഒന്ന് ഞെട്ടി. ഡാഡി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്, കൈ നിറയെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട്. എൻ്റെ പേരക്കുട്ടിക്ക് ഈ ഗ്രാൻഡ് പേയുടെ ആദ്യത്തെ സമ്മാനമായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ കണ്ടപ്പോഴേക്കും പാവം നമ്മുടെ അപർണിക ആകെ തകർന്നു പോയിട്ടോ. നമ്മുടെ കുഞ്ഞ് ചുമ്മാ അങ്ങ് തട്ടി കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാഡി ഇങ്ങനെ അകത്തേക്ക് കയറി പോവുക. അപർണിക ആകെ നിസ്സഹായതയിലായേ. കയ്യിൽ തോക്കും പിടിച്ച് പിന്നാലെ ചെല്ലുവാണ്. ഞാൻ എന്ത് ചെയ്യും? ഡാഡി വന്നല്ലോ, ഇനിയിപ്പോ എൻ്റെ സകല ഇതും പോയല്ലോ. ശരിക്കും എൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോയത് ഇപ്പോഴാ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഡാഡിയോട് എങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവിടെ നിന്നിങ്ങനെ നമ്മുടെ അപർണിക മനസ്സിൽ ചിന്തിക്കുമ്പോൾ കിച്ചുവായിട്ട് തന്നെ എല്ലാം നഷ്ടപ്പെടുത്തി. ഡാഡിയുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ ഡാഡി നഷ്ടപ്പെടുത്തിയത് നിനക്ക് വേണ്ടിയാ. പക്ഷേ മോളെ, അതിലെനിക്കിപ്പോ വിഷമമൊന്നുമില്ല. നീ ഇവിടെ നിനക്ക് പ്രിയപ്പെട്ട ഭർത്താവും ഒത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് അറിയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനം എന്ന് ഡാഡി മകളോട് പറയുന്നു. ഇതൊക്കെ കേട്ട് മകള് തകർന്നു പോയിട്ടോ. ഈ കുഞ്ഞ് നമുക്ക് ഭാഗ്യവുമായിട്ടാണ് വരുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം 10 ഇരട്ടിയായിട്ട് ഇവൻ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. അത് ഡാഡിക്ക് ഉറപ്പാണെന്നൊക്കെ പറയണു. അപ്പോഴും അപർണിക ഒന്നും മിണ്ടാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുക. ഡാഡി ഇങ്ങനെ മോളെ നോക്കുന്നുണ്ടേ. നീ എന്താ മോളെ ഒന്നും പറയാത്തെ? നീ ഹാപ്പി അല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോഴും അപർണികയുടെ മുഖം വല്ലാതെ തന്നെ ഇരിക്കുന്നു. ഈ സമയത്ത് കയ്യിലെ തോക്ക് അപർണിക ഇങ്ങനെ പതുക്കെ താഴേക്ക് ഇട്ടു. അപർണിക ആ തോക്ക് താഴേക്ക് ഇട്ടത് അല്ല, അറിയാതെ കയ്യിൽ നിന്ന് പോയതാ. അപ്പൊ ഡാഡി അത് കണ്ടു. അത് കണ്ടതും ഡാഡി മോളോട് കാര്യം ചോദിക്കുമല്ലോ. ഈ തോക്ക് പോയി ഡാഡി എടുത്തു. എന്നിട്ട് മോൾ എന്തിനാ ഈ തോക്ക് എടുത്തേന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക കേട്ടോ. മോൾക്കാണെ ടെൻഷനായി, ഒന്നും പറയാനും പറ്റുന്നില്ല. ഇതും എടുത്ത് ഡാഡി അവിടെ പോയിരുന്നു. എന്നിട്ട് മോൾ കരികിലിരുന്നിട്ട് ബാംഗ്ലൂരിലെ വില്ല നഷ്ടപ്പെട്ട കാര്യവും ഇതെല്ലാം പറയുക. അതെല്ലാം കേട്ട് അപർണിക ഞെട്ടിപ്പോയി. ഈ വീട്ടില് എനിക്ക് കൂടി അല്പം സ്ഥലം തരണം എന്ന് ഡാഡി പറഞ്ഞപ്പോൾ ഡാഡി എന്നും പറഞ്ഞ് വിളിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു അപർണിക. വയസ്സാം കാലത്ത് എല്ലാ ഗ്രാൻഡ്പമാരും ചെയ്യുന്നത് പോലെ ഞാനും നമ്മുടെ കുഞ്ഞിനെ കളിപ്പിച്ച് ഇവിടെ കഴിഞ്ഞോളാം എന്ന് ഡാഡി അപർണികയോട് പറയുന്നു. ഇത് കേട്ട് തളർന്നു പോയിട്ടോ നമ്മുടെ അപർണിക. സങ്കടം താങ്ങാൻ പറ്റുന്നില്ല മകൾക്ക്. മകളിങ്ങനെ ഡാഡിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. ഭയങ്കര കരച്ചില്. എന്നിട്ട് നമ്മുടെ എല്ലാം നഷ്ടപ്പെടുമെന്നുള്ളത് ഞാൻ ബാംഗ്ലൂർ വെച്ച് തന്നെ മനസ്സിലാക്കിയതാണെന്നും അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലും ഭയങ്കര ഒരു തെറ്റ് പറ്റിപ്പോയി ഡാഡി. അന്നേ ഞാൻ അവനെ അവിടെ വെച്ച് തന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഡാഡിക്ക് ഇങ്ങനെ ഒരു അഭയാർത്ഥി ആകേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ഡാഡി പറയാം. അതൊക്കെ കേട്ട് മകളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഭയങ്കര കരച്ചിലാണ്. അപ്പൊ കിച്ച് വെറും പാഴാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവനെ കളഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് നമ്മുടെ അപർണിക. അപ്പോൾ എന്നെ ഞാനാക്കി മാറ്റിയത് ഇതുവരെയുള്ള കനത്ത തിരിച്ചടികളാ മോളെ. ഇന്ന് ശത്രുവിനെ കൊന്ന് സ്വയം അവസാനിപ്പിക്കണമെന്ന്
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അതൊക്കെ കേട്ടിങ്ങനെ അപർണയ്ക്ക് ആകെ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഈ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും ഈ സംഭവിച്ചതൊക്കെ ഡാഡിക്കും അറിയാം. എന്നിട്ട് ഡാഡി ആ തോക്കെടുത്ത് ഒരു ബുള്ളറ്റ് എടുത്ത് ശത്രുവിനെ തീർത്തതിന് ശേഷം ഒരു ബുള്ളറ്റിൽ നമ്മളും തീരണം, എൻ്റെ മോളും അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഡാഡി ഇങ്ങനെ മകൾക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പൊരുതാൻ നിന്റെ കൂടെ ഇപ്പോഴും ഒരു കുഞ്ഞുകൂടിയുണ്ട്, നീ അങ്ങനെ പൊരുതണം, എൻ്റെ മോള് പൊരുതി തന്നെ നേടണം എന്നൊക്കെ പറഞ്ഞ് മോൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നു ഡാഡി. അവിടെ നിന്ന് നമ്മുടെ അവർണിക തുടങ്ങുകയാണ്. കിച്ചു എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനലിനെ അല്ലെങ്കിൽ തട്ടിപ്പുകാരനെ തകർത്തെറിയാനായിട്ട് ഒരു പുനർജന്മം തന്നെ ഡാഡിയുടെ ആ 2 മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ നമ്മുടെ അവർണിക തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ അവർണിക അതിനെപ്പറ്റിയെല്ലാം ആലോചിച്ച് ഭയങ്കര ദൃഢമായ ചിന്തകളോടുകൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഡാഡിക്ക് തരുന്ന വാക്കാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക ഡാഡിക്ക് വാക്ക് കൊടുക്കുന്നു. ഇന്ന് ഇവിടം തൊട്ട് അവർണിക കളി തുടങ്ങുകയാണെന്ന്. അങ്ങനെ കിച്ചു എന്ന ഇന്റർനാഷണൽ തട്ടിപ്പുകാരനെ തീർത്ത് കളയാൻ തന്നെ നമ്മുടെ അവർണിക തീരുമാനിച്ചു. അപ്പൊ ഡാഡി വന്നിരിക്കുന്ന കാഴ്ച കിച്ചപ്പം മണ്ടയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴും കണ്ടു. അപ്പൊ ഡാഡി വന്നിട്ടുണ്ടല്ലോ, ഇതെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ വരുന്നത്, അവർണിക എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ കിഷോർ ചിന്തിക്കും കേട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയം പേരക്കുട്ടി വരുന്ന സന്തോഷത്തിനുള്ള വരവാണല്ലേ എന്ന് ആ ഗിഫ്റ്റുകളൊക്കെ കണ്ടപ്പോൾ തോന്നി, ദൈവമേ ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞ് അവൾ വല്ലതും പറഞ്ഞു കാണോ എന്നൊക്കെ കിഷോർ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പം പേടിച്ച് അകത്തേക്ക് കയറി ചെല്ലുന്നു. കിഷോറിനെ കണ്ടപ്പോൾ ഒരു ചിരിയുമായിട്ട് തന്നെ ഡാഡി ഇരിക്കുന്നു. ഡാഡിയെ കണ്ട ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നു. തൊട്ടരികിൽ തോക്കിരിക്കുന്നത് കിഷോർ കണ്ടു. തോക്ക് കണ്ടതും കിഷോർ ആകെ പേടിച്ചു. എന്നിട്ട് ഡാഡിയെ നോക്കുമ്പോൾ ഡാഡി ഒരു ചിരിയൊക്കെ ചിരിച്ചിരിക്കല്ലേ. അപർണയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര ഗൗരവവും. ഇവനാണെ പേടിയായി, എന്നെ കൊല്ലാനെങ്ങാനും വന്നതാണോ എന്ന്. അപ്പൊ ഡാഡി ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് തോക്കടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം, അപ്പോൾ അപർണയ്ക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കിഷോർ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം. കിച്ചു എന്താ അവിടെ തന്നെ നിൽക്കുന്നേ, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഡാഡി വിളിക്കുന്നു. പേടിച്ച് കിച്ചു ഡാഡിയുടെ അടുത്ത് ചെന്ന് ഡാഡിയുടെ കാലയിൽ വീഴുക. അപ്പൊ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ എന്നോട് ക്ഷമിക്കണം ഡാഡി എന്നൊക്കെ പറയാം കേട്ടോ, എനിക്ക് മാപ്പ് തരണം. ഇതൊക്കെ കണ്ടിട്ട് പുച്ഛമാണ് അവർണികയ്ക്ക് തോന്നുന്നത് ഇവനോട്. ഈ സമയം എന്താ മോനെ ഇത്, എൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഡാഡി ഇങ്ങനെ പറഞ്ഞപ്പം അനുഗ്രഹമോ, ഇയാൾക്ക് ഇതെന്താ പറ്റിയത്, അപ്പൊ ഇവളൊന്നും പറഞ്ഞിട്ടില്ലേ, എൻ്റെ മോൻ എൻ്റെ അനുഗ്രഹം മേടിച്ചൊക്കെ ശരി, പിന്നെ എന്നോട് ക്ഷമ ചോദിച്ച് എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പം അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ നിൽക്കുമ്പം ഡാഡിയെ ഒന്നുമില്ലായ്മയിലേക്ക് തള്ളിവിട്ടതിൻ്റെ കുറ്റബോധം കൊണ്ടായിരിക്കും എന്ന് അപർണയ്ക്ക് അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അതെ ഞാൻ അതുകൊണ്ടാണ് ഡാഡി, അപ്പം നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഇടവും വലവും വേണം, ഷുവർ ഡാഡി എന്നൊക്കെ പറഞ്ഞു. നമ്മളെല്ലാം പൊളിക്കും ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ പറയാം. ഈ സമയത്ത് അപർണയ്ക്കാണെങ്കിൽ ഒരു പുച്ഛം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവൻ്റെ നേരെ നോക്കിയിട്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും ഗീതുവിനെയും. അവർ രണ്ടുപേരും അപർണയുടെ അരികിലേക്ക് പോവുക. അപർണയുടെ ഫോണിലേക്ക് കോളുകൾ ഇങ്ങനെ തരുതരാന്ന് വന്നുകൊണ്ടിരിക്കുക. കിഷോറിനെ തുറച്ചു നോക്കി അപർണയ്ക്ക് അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഇവനാണെങ്കിൽ ഒരു ആക്കിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് അപർണയ്ക്ക് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഗീതുവിൻ്റെ കോള് കണ്ടു. ഗീതുവിൻ്റെ കോള് കണ്ടപ്പോൾ കോൾ എടുത്തു. വേഗം തന്നെ ഫോൺ എടുത്ത സന്തോഷത്തിൽ അവർ വണ്ടി അവിടെ അങ്ങ് നിർത്തി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞപ്പം എന്തിനാന്ന് ചോദിച്ചു. നീ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്ന കാര്യം ഓർത്തിട്ടാണെന്ന് പറഞ്ഞു. അപർണിക, ഞാനും ഗോവിന്ദേട്ടനും കൂടി നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ വരുക എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വേണ്ട ഗീതു, ഇവിടേക്ക് ആരും വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപർണിക അതൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വല്ലാണ്ടായി. അപർണിക, ഞങ്ങൾ പറയുന്ന കേക്ക്, ചില കാര്യങ്ങൾ തന്നോട് സംസാരിക്കാനുണ്ട്, അതുവരെ നീ അനാവശ്യമായ തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് ഗോവിന്ദൻ പറയുന്നു. ഒരു കടും കൈയും ചെയ്യരുത് എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയണു. അപ്പോഴേക്കും നമ്മുടെ അപർണയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഇവനോട്. ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ ഉറപ്പിച്ചതാ, പക്ഷേ അപ്പോഴേക്കും ഡാഡി വന്നു പോയി. ഇല്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ തീർത്തേനെ. എന്റെയും കിച്ചുവിന്റെയും മരണ വാർത്ത ഒരുമിച്ച് കേൾക്കാമായിരുന്നു എന്ന് അപർണിക പറയണു. ഇത് കേട്ട് ഇവർ രണ്ടുപേരും ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപർണിക, ഞങ്ങൾ ഒരു 10 മിനിറ്റിനകം അവിടെ എത്തും എന്നുള്ള കാര്യം ഗോവിന്ദൻ പറയാം. അപർണിക, ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. നീ കൂടി മനസ്സ് വെച്ചാൽ നമുക്കത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ ഗീതു ഇങ്ങനെ പറയാം. അപ്പോഴേക്കും അപർണിക ഫോണുമായിട്ട് അവിടെ ബാൽക്കണിയിൽ ചെല്ലുന്നു. ബാൽക്കണിയിൽ ചെന്ന് നിന്നിട്ട് താഴേക്ക് നോക്കുക കേട്ടോ. അപ്പോൾ താഴേക്ക് നിന്നപ്പോൾ ഡാഡിയും കിച്ചുവും കൂടെ ഭയങ്കര സംസാരവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇതിലായിട്ട് അപർണയ്ക്ക് ഇതൊക്കെ നോക്കുന്നുണ്ടേ. അപ്പോൾ അപർണയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് ഫോണുമായിട്ട് വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. ഇപ്പോൾ ഇവിടെ ഡാഡിയും കിഷോറും ഉണ്ട്. നമ്മുടെ സംസാരം അവരുടെ പ്രസൻസിൽ വേണ്ട, നമുക്ക് പുറത്ത് വെച്ച് കാണാമെന്നുള്ള കാര്യങ്ങൾ അപർണയ്ക്ക് പറയാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ടും അപർണയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഗീതുവും ഗോവിന്ദനും അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അപർണയ്ക്ക് എന്നിട്ട് ഇവരെ കാണാനായിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോഴും
അവരവിടെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഗോവിന്ദനും ഗീതുവും അവർണിക വരാൻ വേണ്ടിയിട്ട് വണ്ടി തിരിച്ചു. അവർ കാണാറുള്ള സ്ഥലത്ത് പോയി വണ്ടി പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങോട്ട് പോണു. ഗോവിന്ദന്റെ നേരെ തന്നെ ഗീതു ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.